ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഗോള പ്രശ്നങ്ങളുടെ നയതന്ത്ര പരിഹാരങ്ങൾക്കായി സൗദി അറേബ്യയിലേക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും തലവന്മാർ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ സൗദി അറേബ്യയുടെ നിയുക്ത രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന യുവാവ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കർശന നിയമങ്ങളും നീതിയും പിന്തുടരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ 6ാം നൂറ്റാണ്ടിന്റെ അന്ധതയിലാണ് കഴിയുന്നത് എന്ന് ഇന്ത്യയിലെ സംഘി, ക്രിസംഘി, യുക്തിവാദികൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ നിരന്തരം കുറ്റപ്പെടുത്തുമ്പോൾ അതേ 6ാം നൂറ്റാണ്ടിന്റെ മധ്യസ്ഥത നേടി പാശ്ചാത്യർ ഇതേ അറബ് രാജ്യങ്ങളിലേക്ക് തള്ളിക്കയറുമ്പോൾ വംശവിദ്വേഷം കടിച്ചമർത്തി പൊട്ടിക്കറിയാൻ മാത്രമേ ഇന്ത്യൻ വിദേശികൾക്ക് കഴിയുന്നുള്ളൂ എന്നതാണ് ഏറ്റവും നാണിപ്പിക്കുന്ന സത്യം. സമ്പത്തും സുഖസൗകര്യങ്ങളും ദൈവിക അനുഗ്രഹമാണെന്ന തിരിച്ചറിവ് അറബികൾക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മുസ്ലിം ബോധങ്ങളിൽ അത് എപ്പോഴുമുണ്ട്. അതിനു മുകളിൽ മനുഷ്യത്വത്തിനെ എപ്പോഴും വില കൽപ്പിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ കണിശമായി മുസ്ലിങ്ങൾ പിന്തുടരുന്നത് കൊണ്ട് ആരോടുമുള്ള ശത്രുത മറക്കാനും പൊറുക്കാനും അവരെ സഹായിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളെ കീഴടക്കാനും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനും അവർക്ക് മേൽ അധിനിവേശം നടത്താനും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മറന്നുകൊണ്ട് ഇതേ രാജ്യങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയാതിരിക്കാനും ഇവർക്കിടയിൽ സമാധാനം കൊണ്ടുവരാനും റിയാദ് ഭരണകൂടം അവരുടെ പണവും സമയവും നഷ്ടപ്പെടുത്തുമ്പോൾ അത് ഇസ്ലാമിനെ വെറുക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തുകയാണ് എന്ന് പാശ്ചാത്യ ലേഖകർ അവരുടെ പത്രങ്ങളിൽ എഴുതുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധേയമായത് സൗദി തലസ്ഥാനമായ റിയാദിൽ മുഹമ്മദ് ബിൻ സൽമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടക്കുന്ന ചർച്ചയാണ്. പുടിന്റെ ഏത് നിർദ്ദേശവും അംഗീകരിച്ച് ഉക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഉക്രൈനെയും യുദ്ധത്തെ പിന്തുണച്ച യൂറോപ്പിനെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും വിട്ടുകൊണ്ട് റിയാദ് തന്നെ ഇവർ തിരഞ്ഞെടുക്കുന്നത് അറബികളുടെ മധ്യസ്ഥതയിലുള്ള ഇവരുടെ വിശ്വാസ്യത കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സംഘർഷ പരിഹാരങ്ങൾക്ക് സൗദി അറേബ്യ നയതന്ത്ര കേന്ദ്രമായി മാറുന്നത് എല്ലാ ദിശകളിലേക്കും വാതിലുകൾ തുറന്നിടാൻ ശ്രമിക്കുന്ന ഒരു വിദേശ നയവും ഇസ്ലാമിക ഭരണത്തിൻ്റെതായ ഒരു സത്യസന്ധതയും ഇവർ പിന്തുടരുന്നത് കൊണ്ടാണ്. വിമർശകരെ ഏറ്റവും അധികം അസ്വസ്ഥരാക്കുന്നതും സൗദി അറേബ്യയുടെ ഈ വളർച്ച തന്നെയാണ്. അത് കേവലം ഈ വിമർശകരുടെ അസൂയ കൊണ്ട് മാത്രമുള്ളതാണ്. ട്രംപും പുടിനുമായുള്ള ചർച്ചകൾക്ക് ശേഷം അടുത്ത ക്യൂവിലുള്ള പ്രശ്നപരിഹാരത്തിനായി വെള്ളിയാഴ്ച ജോർദാൻ, ഈജിപ്റ്റ് കൂടാതെ 6 ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ നേതാക്കൾ റിയാദിൽ ഒത്തുചേരും. ഇതിലും ഒരു അമേരിക്കൻ സാന്നിധ്യമുണ്ട് എന്നാണ് പ്രത്യേകം പറയേണ്ടത്. ഗസയിലെ 22 ലക്ഷം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാതെ ഗസയുടെ പുനർനിർമ്മാണത്തിനായുള്ള അറബ് പദ്ധതി ചർച്ച ചെയ്യാനാണ് ഇവരെല്ലാവരും ഇപ്പോൾ റിയാദിൽ ഒത്തുകൂടുന്നത്. ഈ ചർച്ച അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ മാസാവസാനം കെയ്റോയിൽ നടക്കുന്ന അറബ് നേതാക്കളുടെ യോഗത്തിൽ പദ്ധതി അവതരിപ്പിക്കുന്നതാണ്. തുടർന്ന് ഗസയെ പുനർനിർമ്മിക്കാൻ പണം സ്വരൂപിക്കുന്നത് ഈ യോഗത്തിൽ വെച്ചാണ്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗസയിലെ മുഴുവൻ ആളുകളെയും പുറത്തേക്ക് തള്ളി ഗസ സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്ക് ഇവരുടെ ഈ കൂടിക്കാഴ്ച ഒരു വിപരീത നീക്കം തന്നെയാണ്. എങ്കിലും ഈ അറബ് രാജ്യങ്ങളെ എതിർത്തുകൊണ്ട് മറ്റൊരു നീക്കത്തിന് ട്രംപിനോ നെതന്യാഹുവിനോ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അഥവാ ഈ അറബികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപിൽ നിന്നും മറ്റൊരു നീക്കമുണ്ടായാൽ പിന്നീട് പശ്ചിമേഷ്യൻ മേഖലയിൽ ട്രംപിന് ഒരിക്കലും കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത് അമേരിക്കയെ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കും. അറബികൾ പിണങ്ങുന്നത് നിലവിലെ ആഗോള സാമ്പത്തിക ക്രമത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന് ട്രംപിന് നന്നായി തന്നെ അറിയാം. കാരണം അറബികളുടെ സമ്പത്തും പെട്രോളുമാണ് കാലങ്ങളായി ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും സൗദി അറേബ്യയുടെ പ്രാധാന്യം ട്രംപ് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ സൗദി അറേബ്യ തന്നെ ട്രംപും പുടിനും കൂടിക്കാഴ്ചയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തന്നെയുമല്ല, റിയാദിൽ വെച്ച് തീരുമാനിക്കുന്ന ഗാസ പദ്ധതിക്ക് അറബ് മുസ്ലിം ലോകങ്ങളിൽ മാത്രമല്ല ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ അംഗീകാരവും പിന്തുണയും ലഭിക്കും എന്നത് ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഉക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ തുടക്കം മുതൽ
സൗദികൾ ബുദ്ധിപരമായ ഒരു വിദേശ നയത്തെ പിന്തുടരുന്നവരാണ്. ഇരു കക്ഷികളെയും പിണക്കാതെ അന്താരാഷ്ട്ര നിയമത്തിന്റെ തത്വങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ആർക്കും തന്നെ സൗദി അറേബ്യയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ട്രംപോ സെലൻസ്കിയോ ഒരിക്കൽ പോലും സൗദി അറേബ്യയെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. സൗദി അറേബ്യ ഈ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സെലൻസ്കിക്കും സൗദിയോട് വളരെയധികം താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ 2025 മെയ് മാസത്തിൽ ജിദ്ദയിൽ നടക്കുന്ന അറബ് ലീഗ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യാൻ ഉക്രൈൻ പ്രസിഡന്റ് ഈ സെലൻസ്കിയെ ഈ രാജകുമാരൻ അതായത് മുഹമ്മദ് ബിൻ സൽമാൻ ഈ റിയാദിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, റിയാദിൽ നടക്കുന്ന US റഷ്യ ചർച്ചയുണ്ടല്ലോ, ഇപ്പോൾ ഈ യുദ്ധത്തെ കുറിച്ചുള്ള ഈ ചർച്ച, അതിൽ ഉക്രൈൻ പങ്കാളിയല്ലെങ്കിലും റഷ്യൻ US ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച അവസാനിച്ചതിന് ശേഷം സെലൻസ്കി സൗദി അറേബ്യയെ സന്ദർശിക്കും എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. 2023 ഡിസംബറിൽ പുടിൻ സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു. അതായത് 2022 ഫെബ്രുവരിയിൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം പുടിൻ നടത്തുന്ന അപൂർവ വിദേശ യാത്രയിൽ ഒന്നായിരുന്നത്. സൗദി അറേബ്യ പുടിൻ അത്രയധികം വിശ്വസിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണത്. അതുകൂടാതെ സൗദി അറേബ്യയുടെ മധ്യസ്ഥതയുടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. 2023 മാർച്ചിൽ ഇറാനുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ചൈനീസ് ലക്ഷ്യത്തിനും ഇടനിലക്കാരായത് സൗദി അറേബ്യ തന്നെയാണ്. സൗദിയുടെ മധ്യസ്ഥതയിലുള്ള ഈ ചർച്ച ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചു എന്ന് വേണം പറയാൻ. അതുകൂടാതെ സുഡാനിലെ യുദ്ധം അവസാനിപ്പിക്കാനും യമനിൽ സമാധാനം കൊണ്ടുവരാനും യുദ്ധത്തിൽ തകർന്ന സിറിയ പുനർനിർമ്മിക്കാനും സൗദികൾ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം ലെബനോനിൽ ഒരു പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനെ പിന്തുണയ്ക്കുകയും ഇറാഖിൽ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരാനും സഹായിക്കുന്നതിനും ഈ സൗദി അറേബ്യ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മധ്യസ്ഥതയുടെ കഥ നീളുകയാണ്. 1989 ലെബനോനിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി തായിഫ് കരാറിൽ മധ്യസ്ഥത വഹിച്ചതും സൗദി അറേബ്യ തന്നെയാണ്. അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളുമായും യൂറോപ്യൻ യൂണിയൻ പോലുള്ള ചെറിയ ബ്ലോക്കുകളുമായും സൗദി അറേബ്യ പുലർത്തുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സഖ്യങ്ങളും പങ്കാളിത്തങ്ങളും അവരിലൊക്കെ ഈ രാജ്യത്തെക്കുറിച്ച് വല്ലാത്ത മതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ അറബികൾ പണം മുടക്കാൻ തയ്യാറാവുന്നത്. അവർക്ക് പണം നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം അത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ചെങ്ങാത്തത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു വിശ്വാസമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമല്ല, അറബ് രാജ്യങ്ങളുമായും ഇന്ത്യയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ വ്യാപാര ബന്ധമാണുള്ളത്. ഇന്ത്യയിലെ ഏത് പ്രധാനമന്ത്രിമാരും അറേബ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും തിരിച്ച് അറബ് രാജ്യത്തെ രാജാക്കന്മാർ ഇന്ത്യയിലെത്തുകയും ചെയ്യുന്ന നടപടിയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഖത്തറിന്റെ അമീർ ഇന്ത്യ സന്ദർശിക്കുകയും നരേന്ദ്രമോദി തന്നെ നേരിട്ട് എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് വരവേൽക്കുകയും ചെയ്യുന്നത് ഇന്ത്യയും അറബികളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ ഒരു ഉദാഹരണവും കൂടിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ നേതാവായ നരേന്ദ്രമോദി തന്നെ ഇതേ മുസ്ലിം രാജാവിനെ കെട്ടിപ്പിടിച്ച് ഊഷ്മളമായി വരവേൽക്കുമ്പോൾ ഇന്ത്യക്ക് ഈ അറബ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. അറബികൾക്ക് ലോകത്തുള്ള പ്രാധാന്യം ഒന്നും അറിയാതെ ഇന്ത്യയിലെ സംഘി കൃസംഘി യുക്തിവാദി സംഘങ്ങൾ കാലങ്ങളായി അറബികളുടെ ഉടുപ്പിനെയും നടപ്പിനെയും കിടപ്പിനെയും വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 6ാം നൂറ്റാണ്ടിൽ നിന്നും കരകയറാത്തത് ആരാണെന്ന് നമ്മൾ സംശയിച്ചേക്കാം. അറബികളെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചുമൊക്കെയുള്ള ഈ വിദ്വേഷ സംഘത്തിന്റെ വാക്കുകളും കുറിപ്പുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇവരോട് സഹതപിക്കാനല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.